Hi, good morning. Benefits of GST to various stakeholders. GST കൊണ്ട് വിവിധ യൂസേഴ്സിനുള്ള ബെനഫിറ്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ സിറ്റിസൺ ആണ് ഫസ്റ്റ്. ബെനഫിറ്റ് ടു സിറ്റിസൺ, രാജ്യത്തെ ജനങ്ങൾക്ക് എന്താണ് GST വന്നതുകൊണ്ടുള്ള ബെനഫിറ്റ്. അതുപോലെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, ബിസിനസ്സിനും ഇൻഡസ്ട്രിക്കൊക്കെ എന്താണ് അതുകൊണ്ടുള്ള ബെനഫിറ്റ്. തേർഡ്, ബെനഫിറ്റ്സ് ടു ഗവൺമെൻറ്. അപ്പം രാജ്യത്തെ സിറ്റിസൺസിനും ഇൻഡസ്ട്രിക്കും ഗവൺമെൻറ്റിനും GST കൊണ്ടുള്ള ബെനഫിറ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബെനഫിറ്റ്സ് ഓഫ് GST ടു സിറ്റിസൺ. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് സിമ്പിൾ ടാക്സ് സിസ്റ്റം. ഒരുപാട് കോംപ്ലിക്കേഷനൊന്നുമില്ല, സിമ്പിളാണ്. GST മാത്രമേ ഉള്ളൂ, ഓരോ സ്റ്റേറ്റിനും ഓരോ ടാക്സ് ഇല്ല. GSTയിൽ CGSTയും SGSTയും, സെൻട്രൽ GST ഉണ്ടാവും, സ്റ്റേറ്റ് GST ഉണ്ടാവും. അതൊക്കെ എല്ലായിടത്തും ഒരേ റേറ്റാണ്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഇല്ല, വളരെ സിമ്പിളാണ്, ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്നതാണ്. രണ്ടാമത്തെ പോയിൻ്റാണ് റിഡക്ഷൻ ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡ്യൂ ടു എലിമിനേഷൻ ഓഫ് കാസ്കാഡിംഗ് എഫക്റ്റ്. കാസ്കാഡിംഗ് എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഗുഡ്സിൻ്റെ പ്രൈസും കുറയും, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് കുറയും എന്നുള്ളതാണ്. കാസ്കാഡിംഗ് എഫക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ടാക്സ് ഓൺ ടാക്സ്, ടാക്സിൻ്റെ മുകളിൽ ടാക്സ് അടിച്ച എമൗണ്ടിൻ്റെ മുകളിൽ വീണ്ടും ടാക്സ് വരുന്നതിനാണ് കാസ്കാഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. കാസ്കാഡിംഗ് എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ്റെ GST കാൽക്കുലേഷനും GST അല്ലാതെ അതിൻ്റെ മുമ്പുള്ള സിസ്റ്റം ആണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സേവിങ് മെഷീനാണ്, തയ്യൽ മെഷീനാണ്. 5000 ആണ് അതിൻ്റെ വില. ഇപ്പോൾ ട്രഡീഷണൽ സിസ്റ്റത്തിലാണെങ്കിൽ ആദ്യം ഒരു എക്സൈസ് ഡ്യൂട്ടി ഉണ്ടാവും, അതായത് സെൻട്രൽ ടാക്സ് ആണ് 12.5. 5000ൻ്റെ 12.5 എന്ന് പറയുമ്പോൾ 625. പിന്നെ അതിൻ്റെ അത് രണ്ടും കൂടി കൂട്ടി, മെഷീൻ്റെ വിലയും ആ ടാക്സ് കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിൽ 14.5% സ്റ്റേറ്റ് ടാക്സ്, അതായത് വാല്യൂ ആഡഡ് ടാക്സ് ചാർജ് ചെയ്തു. അപ്പോൾ ഇവിടെ രണ്ടാമത് ചാർജ് ചെയ്ത വാല്യൂ ആഡഡ് ടാക്സ് ചാർജ് ചെയ്തത് ടാക്സ് അടക്കമുള്ള എമൗണ്ടിൻ്റെ മുകളിലാണ്. അപ്പോൾ ആ വാറ്റ് എന്നുള്ളത് 5000ൻ്റെ മാത്രം ടാക്സ് അല്ല, ആ എക്സൈസ് ഡ്യൂട്ടി 625ൻ്റെ കൂടി ടാക്സാണ്. അപ്പോൾ ആ ടാക്സിന് വീണ്ടും ടാക്സ് ചാർജ് ചെയ്തു. 625 എന്നുള്ള ടാക്സിന് വീണ്ടും വാറ്റ് ചാർജ് ചെയ്തു. അതിനാണ് കാസ്കാഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞത്. ടാക്സ് ഓൺ ടാക്സ്, ടാക്സിൻ്റെ മുകളിൽ ടാക്സ് ചാർജ് ചെയ്യാം. എന്നാൽ GST ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ മെഷീൻ്റെ വില 5000 ആണ്. എക്സൈസ് ഡ്യൂട്ടിക്ക് പകരമുള്ള ടാക്സാണ് CGST, സെൻട്രൽ GST, അത് 9% ആണ്. സ്റ്റേറ്റ് GST 9%. രണ്ടും ചാർജ് ചെയ്യുന്നത് 5000ൻ്റെ മുകളിലാണ്. അത് ട്രഡീഷണൽ സിസ്റ്റം പോലെ ആണെങ്കിൽ ആദ്യം CGST ചാർജ് ചെയ്യും, അപ്പോൾ 5450 കിട്ടും. പിന്നെ 5450ൻ്റെ മുകളിലാണ് ട്രഡീഷണൽ സിസ്റ്റം പ്രകാരമാണെങ്കിൽ സ്റ്റേറ്റ് GST ചാർജ് ചെയ്യുക. അപ്പോൾ GSTയിൽ അങ്ങനെ ഇല്ല, അതിൻ്റെ മെഷീൻ്റെ പ്രൈസിൻ്റെ മുകളിലാണ് സ്റ്റേറ്റ് GSTയും സെൻട്രൽ GSTയും ചാർജ് ചെയ്യുക. കാരണം രണ്ടും ഒരുമിച്ചാണ് ചാർജ് ചെയ്യണത്. അതുകൊണ്ട് GSTയിൽ കാസ്കാഡിംഗ് എഫക്റ്റ് ഇല്ല, ടാക്സിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇല്ല. ബെനഫിറ്റ്സ് ടു സിറ്റിസൺ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സിമ്പിൾ ടാക്സ് സിസ്റ്റമാണ്, കാസ്കാഡിംഗ് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൈസ് കുറയും. പിന്നെ യൂണിഫോം പ്രൈസ് ത്രൂ ഔട്ട് ദി കൺട്രി, മൂന്നാമത്തതാണ്. അതായത് രാജ്യത്ത് മൊത്തം ഒരേ ടാക്സ് വരും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് സെയിം ആയിട്ട് വരും. കാരണം GST 18% ആണെങ്കിൽ എല്ലാ സംസ്ഥാനത്തും 18% ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടു മെഷീൻ്റെ വില ടാക്സ്, അത് എല്ലാ സംസ്ഥാനത്തും CGST 9%, അതേപോലെ SGST സ്റ്റേറ്റ് ടാക്സും സെൻട്രൽ ടാക്സും ഒരേ റേറ്റ് ആയിരിക്കും. അപ്പോൾ ഒരേ പ്രൊഡക്റ്റിന് രാജ്യത്ത് ഒരേ പ്രൈസ് ഉണ്ടാവും. അടുത്തതാണ് ട്രാൻസ്പെറൻസി ഇൻ ടാക്സേഷൻ സിസ്റ്റം. ഈ ടാക്സ് സിസ്റ്റം വളരെ ലളിതമാണ്, ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്.
അടുത്തത് ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ GST പുതിയ സിസ്റ്റം വരുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി അവസരങ്ങൾ ഉണ്ടാവും. ഇനി ബെനിഫിറ്റ് ടു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് റിഡക്ഷൻ ഇൻ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ്. ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ഷോർട്ടായിട്ട് GST എന്നതിലേക്ക് വന്നു. അത് എക്സൈസ് ഡ്യൂട്ടി, അതേപോലെ മറ്റ് സ്റ്റേറ്റ് ടാക്സ്, സെൻട്രൽ ടാക്സ്, അങ്ങനെ ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു. ആ ടാക്സുകളൊക്കെ ചുരുങ്ങിയിട്ട് GST എന്നുള്ള ഒറ്റ ടേമിലേക്ക് വന്നു. മിറ്റിഗേഷൻ ഓഫ് കാസ്കാഡിംഗ് ഓർ ഡബിൾ ടാക്സേഷൻ. കാസ്കാഡിംഗ് അല്ലെങ്കിൽ ഡബിൾ ടാക്സേഷൻ എന്നുള്ള സംഭവം ഇല്ലാതായി. നമ്മൾ പറഞ്ഞല്ലോ എന്താണ് കാസ്കാഡിംഗ് എന്നുള്ളത്. അടുത്തത് മോർ എഫിഷ്യൻറ്റ് ന്യൂട്രലൈസേഷൻ ഓഫ് ടാക്സസ് എസ്പെഷ്യലി ഫോർ എക്സ്പോർട്സ്. അത് ടാക്സിൻ്റെ കൺഫ്യൂഷൻസ് ഒക്കെ മാറി, അത് എല്ലാവർക്കും ഒരു ലളിതമായ സിസ്റ്റമായിട്ട് മാറി എന്നുള്ളതാണ്. അടുത്ത ഡെവലപ്മെൻറ്റ് ഓഫ് കോമൺ നാഷണൽ മാർക്കറ്റ്. ഇന്ത്യ ഒരു കോമൺ നാഷണൽ മാർക്കറ്റായി, കാരണം എല്ലാ സ്റ്റേറ്റിലും ഒരേ റേറ്റ് ഓഫ് ടാക്സ് ആണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഇന്ത്യയിൽ എല്ലായിടത്തും ഏകദേശം ഒരേ റേറ്റ് ആയിട്ട് മാറും. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് ടാക്സ് റേറ്റ് ആയിരുന്നു. സിമ്പിൾ ടാക്സ് റെജിം, ഫ്യൂവർ റേറ്റ്സ് ആൻഡ് എക്സംഷൻസ്. അത് ടാക്സ് സിസ്റ്റം വളരെ സിമ്പിളായി, വളരെ കുറച്ച് റേറ്റുകളേ ഉള്ളൂ, അല്ലേ? 4 റേറ്റുകളേ ഉള്ളൂ എന്നല്ല നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പോൾ വളരെ കുറച്ച് റേറ്റുകളേ ഉള്ളൂ, എക്സംഷൻസും കുറവാണ്, അതുകൊണ്ട് കൺഫ്യൂഷനൊന്നും അധികം ഉണ്ടാവില്ല. ഇനി അടുത്തത് ബെനഫിറ്റ് ടു ഗവൺമെൻറ് ആണ്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് യൂണിഫൈഡ് കോമൺ നാഷണൽ മാർക്കറ്റ് ടു ബൂസ്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ. അത് രാജ്യം മൊത്തം കോമൺ മാർക്കറ്റായി, ഒരു പ്രൊഡക്റ്റിന് രാജ്യത്ത് എല്ലായിടത്തും ഒരേ റേറ്റ് വരും, കാരണം എല്ലാ സ്റ്റേറ്റും ഒരേ ടാക്സ് റേറ്റാണ്, ഒരേ GST ആണ് ചാർജ് ചെയ്യുന്നത്. സെൻട്രൽ സ്റ്റേറ്റും കോമൺ ആണ്, സെൻട്രൽ ടാക്സും കോമൺ ആണ്. അതുകൊണ്ട് ഇന്ത്യ ഒരു മാർക്കറ്റായിട്ട് മാറും. അപ്പോൾ അത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ കാരണമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ, ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നുള്ള ആ ക്യാമ്പയിൻ്റെ കൂടുതൽ ബെനിഫിറ്റാണ്. അടുത്താണ് ബൂസ്റ്റ് ടു എക്സ്പോർട്ട് ഓർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി. എക്സ്പോർട്ടിങ്ങും അതേപോലെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയൊക്കെ ബൂസ്റ്റ് ചെയ്യും, കാരണം എക്സ്പോർട്ടിന് ടാക്സ് GSTൻ്റെ പുറത്താണ്, അതിന് ടാക്സ് ഇല്ല. അതേപോലെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി, കാരണം പണ്ട് മാനുഫാക്ചറിങ് ടാക്സ് ഈടാക്കിയിരുന്നത് ഒറിജിൻ ബേസ്ഡ് ആയിരുന്നു, മാനുഫാക്ചർ എടുത്തുനിന്നായിരുന്നു. ഇപ്പോൾ അത് സപ്ലൈ ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടും മാനുഫാക്ചറിങ്ങും ഒക്കെ കൂടാനുള്ള സാധ്യത ഉണ്ട്. ഇംപ്രൂവിങ് ദ ഓവറോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഇൻ ദി കൺട്രി. രാജ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് മാറാൻ സാധ്യതയുണ്ട്, ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇന്ത്യയിലെ എല്ലാവരും GSTൻ്റെ അണ്ടറിലായി, ചെറുകിട കമ്പനികൾ പോലും GSTൻ്റെ അണ്ടറിലായി. അപ്പോൾ രാജ്യത്ത് എല്ലായിടത്തും എല്ലാ പ്രൊഡക്റ്റിനും എല്ലാ കമ്പനിക്കും ഏകദേശം ഒരു സെയിം റേറ്റ് ഈടാക്കേണ്ടി വരും. ടാക്സ് വെട്ടിപ്പൊന്നും അങ്ങനെ നടക്കാത്തതുകൊണ്ട്. അടുത്തത് യൂണിഫോം CGST ആൻഡ് SGST റേറ്റ്, റെഡ്യൂസ് ദ ഇൻസെൻറ്റീവ് ഫോർ ടാക്സ് ഇവേഷൻ. എല്ലായിടത്തും ഒരേ ടാക്സ് റേറ്റ് ആയതുകൊണ്ട് ടാക്സ് ഇവേഷൻ, ടാക്സ് വെട്ടിപ്പൊന്നും അധികം നടക്കില്ല. അത് ഗവൺമെൻറ്റിന് ബെനിഫിറ്റാണ്. ബ്രോഡനിങ് ഓഫ് ടാക്സ് ബേസ്, ടാക്സ് എല്ലാ മേഖലയിലേക്കും വർദ്ധിപ്പിച്ചു. ടാക്സ് ഇല്ലാത്ത പ്രൊഡക്റ്റിന് പോലും ടാക്സുകൾ ഈടാക്കി, ടാക്സ് എക്സെപ്റ്റഡ് പ്രൊഡക്റ്റിൻ്റെ എണ്ണം കുറച്ചു. അപ്പോൾ അതും ഗവൺമെൻറ്റിന് കൂടുതൽ ടാക്സ് കിട്ടാൻ ബെനിഫിറ്റാണ്. അതുകൊണ്ട് പിന്നെ ബ്രോഡനിങ് ചെയ്തുകൊണ്ട് തന്നെ ലാസ്റ്റ് പോയിൻ്റ് അത് തന്നെയാണ് ഇംപ്രൂവ്ഡ് റവന്യൂ കളക്ഷൻ. രാജ്യത്ത് റവന്യൂ കളക്ഷൻ കൂടും. ഇത്രയൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് GST. അപ്പോൾ ബെനിഫിറ്റ് ഓഫ് GST ടു സിറ്റിസൺ, അതുപോലെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് ഗവൺമെൻറ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.